ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും, അതായത് എൻ്റെ ഇൻഷുറൻസ് വീഡിയോസിൽ ഞാൻ മിക്കവാറും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഒരു കാരണവശാലും ഓൺലൈൻ സൈറ്റ്സിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ മേലാത്ത ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് കഴിവതും ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റ് കുറവുള്ള ഇൻഷുറൻസ് പോളിസി ഏതാണ്. 100% ഞാനും എവിടെയാണോ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ ഒരു രീതിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% എടുക്കാൻ സാധിക്കും. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് മുമ്പിലോട്ട് വരുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ഒരു ക്ലെയിമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലെയിം രജിസ്റ്റർ ചെയ്യാനും, അല്ലെങ്കിൽ ഈ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ വേണം. അല്ലാതെ പോലീസുകാർ പിടിക്കുന്ന സമയത്ത് കിട്ടുക, അല്ലെങ്കിൽ പോലീസുകാർ പിടിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആകരുത് നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത്. പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ, ഏകദേശം ഒരു 2, 3, 4 വർഷമൊക്കെ ആയ വാഹനങ്ങളാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെ എടുത്തിടുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ കമ്പനിയിൽ ഇൻഷുറൻസിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ പുറത്തെ ഇൻഷുറൻസിൻ്റെ കമ്പനീസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനി ഇഷ്ടംപോലെ ഇൻഷുറൻസ് കമ്പനിയാവുള്ളത്, അവിടെ ചെന്ന് നിങ്ങൾ റേറ്റ് തിരക്കി നോക്കുക. ഏകദേശം ഒരു 10,000 രൂപയുടെയൊക്കെ വ്യത്യാസമുള്ളതെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുക. പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, നമ്മളൊരു ഡീലറിന് അല്ലെങ്കിൽ ഡീലറോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ചെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റും, എന്തുകൊണ്ട് എനിക്ക് ക്ലെയിം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അവരോട് ചോദിക്കാൻ ഒരു വ്യക്തിയുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് പോയി ചോദിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻറ്റാണ്, എനിക്ക് വന്ന കുറച്ച് മെസ്സേജസ് ആണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് വ്യക്തമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇനിയും ഇത് അറിയാൻ മേലാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം റേറ്റ് കുറവ് കാണും, ചിലപ്പോൾ ഒരു 2,000 രൂപയോളം ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ കുറവുണ്ടായിരിക്കും. പക്ഷേ നാളെ ഒരു ക്ലെയിം വരികയാണെങ്കിൽ ക്ലെയിമിൻ്റെ ആവശ്യമില്ല, എനിക്ക് ജസ്റ്റ് കാണിച്ചാൽ മതി, പോലീസുകാർ പിടിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി എന്ന് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇൻഷുറൻസ് ഓൺലൈനിൽ തന്നെ എടുക്കാം. പക്ഷേ നാളെ ഒരു സമയത്ത് വാഹനത്തിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ക്ലെയിം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ത്രൂ തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറയുന്ന പോലെ ഓൺലൈനിൽ നിന്ന് എടുക്കരുത്. കാരണം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ചിലപ്പോൾ ഓപ്ഷൻ കാണത്തില്ല, അവരെന്തെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പർ നിങ്ങൾ വിളിച്ച് ചോദിക്കണം, ഇങ്ങനെ ക്ലെയിമോ കാര്യങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്ന് നമ്മളിത് കളക്ട് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്ന പോളിസി ബസാറിൻ്റെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരാളുടെ നിന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല, 100% എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സൈറ്റ്സിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്ന പോലെ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഏതാണ് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഓൺലൈനിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളതിനെക്കുറിച്ച് കുറച്ച് പഠിച്ച് ഓക്കെ ആണ്, ഇതിനെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഇത് എടുക്കാൻ സാധിക്കും. പക്ഷേ അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓൺലൈനിൽ നിന്ന് എടുക്കരുത്, ഡീലർ ത്രൂ എടുക്കാൻ ശ്രമിക്കുക. ഡീലർ റേറ്റ് കൂടുതലാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കുക. ദാറ്റ്സ് ഓൾ, സിമ്പിൾ.